നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിൽ പല പേരും വന്നിട്ട് അതെ ഇതെല്ലാം കേട്ടിട്ടുണ്ടല്ലോ എന്നതുപോലെ നിങ്ങൾ കേട്ടിരിക്കുന്ന കാര്യമാണ്. അതായത് മെയിൻലി എന്ത് ചെയ്താലും എത്ര കഷ്ടപ്പെട്ട് പാടുപെട്ട് വരുമാനത്തെ കൊണ്ടുവന്ന് ചേർത്താലും എത്ര നമ്മൾ കൂട്ടി വെച്ചാലും നമ്മുടെ കൈകളിൽ 1 രൂപ പോലും തങ്ങി നിൽക്കില്ല. അതുപോലെ തന്നെ നമുക്ക് വരുന്ന പണം എങ്ങോട്ട് പോകണമെന്നോ എങ്ങോട്ടോ പോകുന്നു, എവിടെയോ പോകണമെന്ന് നമുക്ക് അറിയാനേ പറ്റുന്നില്ല. ഇത് മാത്രമല്ല, എന്ത് കാര്യങ്ങൾ നമ്മൾ സേഫായിട്ട് ചെയ്ത് പല പൂജകൾ നമ്മൾ വീട്ടിൽ ചെയ്താലും ഒരു കൺദൃഷ്ടി മീൻസ് മറ്റുള്ളവരുടെ കണ്ണുപെടൽ എന്ന് പറയുന്നില്ലേ, നമ്മുടെ മേലെ വന്നിട്ട് അതിനാലെ പലതരത്തിലും നെഗറ്റീവായിട്ട് അത് നമ്മളെ അഫക്റ്റ് ചെയ്ത് അങ്ങനെ നിറയെ കാര്യങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റിലും നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു ടയേർഡ്നെസ്, അതായത് ഏത് വിഷയവും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു തോന്നൽ, ഒരു ടെൻഷൻ വന്ന് നമുക്ക് ഇരിക്കും, നമുക്കത് വന്നു ചേരും. ഇപ്പോൾ ഒട്ടുമുക്കാൽ ആൾക്കാരെ എടുത്താലും രാവിലെ എണീറ്റ ഉടനെ അവരുടെ മാനസിക നില എങ്ങനെ ഇരിക്കണമെന്നാൽ ഇന്നത്തെ ദിവസം വന്നിട്ട് പീസ്ഫുള്ളായിട്ട് പോകണം. ആരോടും വഴക്കോ ഫൈറ്റോ ഒന്നും ഉണ്ടാകാതെ നല്ലതായിരിക്കണം. ഇന്നത്തെ ദിവസം ചില പേരോട് സംസാരിക്കാനേ പാടില്ല. ഇന്നത്തെ ദിവസം ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് മനസ്സിൽ കണക്ക് കൂട്ടി ഇതെല്ലാം ചെയ്തു തീർക്കണം എന്ന് തീരുമാനിച്ച് കറക്റ്റായിട്ട് ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആലോചിച്ച് എണീക്കുന്ന മാതിരി ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ മെത്തേഡ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിക്കോളുക. വേറൊന്ന് എന്താ വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫ്രൈഡേ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫ്രൈഡേ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതിന് നല്ലൊരു റിസൾട്ട് കിട്ടും. നമുക്ക് ആവശ്യമായ ഒരേ ഒരു വസ്തു ഇതിനായിട്ട് വേണം. അതെന്താ വെച്ചാൽ കല്ലുപ്പ്. അതും ഒത്തിരിയൊന്നും വേണ്ട, ഒരേ ഒരു കല്ലുപ്പ്. ഒരു ചെറിയ കല്ലുപ്പ് ഇരുന്നാലും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്ന രീതിക്ക് ആ മാറ്റം നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നേ നിങ്ങൾ കണ്ടിട്ട് വിശ്വസിച്ചാൽ മതിയാകും. കാരണം ഞാൻ പറഞ്ഞ് നിങ്ങളത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് തീർച്ചയായും ചെയ്ത് നോക്കി വിശ്വസിക്കേണ്ട കാര്യമാണ്. അപ്പോഴേ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവത്തുള്ളൂ. എന്താ ഞാനിത് എടുത്ത് പറയുന്നതെന്നാൽ, കല്ലുപ്പ് മീൻസ് ഇതൊരു സാധാരണ ഉപ്പല്ലേ എന്നൊരു തോട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ബട്ട് ഇത് ഭയങ്കര മാജിക് ചെയ്യുന്ന ഒന്നാണ്. കല്ലുപ്പെന്നാൽ ദൃഷ്ടിയെടുക്കുന്നത് ഒരു വലിയ മാറ്റത്തെ നമുക്ക് കൊണ്ടുവന്ന് തരും. ഓൾഡ് ഏജിലുള്ളവർ, അതായത് നമ്മുടെ മുത്തശ്ശൻ്റെയൊക്കെ കാലത്തുള്ളവർ, അതായത് വില്ലേജ് സൈഡിലുള്ളവർ നിങ്ങൾ കണ്ടിരിക്കുമായിരിക്കും. ഇരിക്കുന്നതിൽ എക്സ്ട്രീം ലെവലിൽ ദൃഷ്ടിയെടുക്കുന്നത് എങ്ങനെ, ഏത് രീതിയിലെന്ന് കേട്ടാൽ, ഒരാളുടെ കാലടിയിലെ മണ്ണിരിക്കുമല്ലോ, ആ കാലടി മണ്ണെടുത്തിട്ട് തലയ്ക്ക് ചുറ്റിയിട്ടാൽ അത് എത്ര വലിയ ദൃഷ്ടിയായിരുന്നാലും പോകുമെന്നാണ്. അത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് വില്ലേജ് സൈഡിൽ ചെയ്യുമ്പോൾ ചില പേർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം ഒരാൾ വീട്ടിൽ വന്നിട്ട് പോകും, അവരാൽ നമുക്ക് നിറയെ പ്രോബ്ലംസ് വരും. അത് നമുക്ക് തന്നെ അറിഞ്ഞാലും വരുന്നതിന് മുന്നേ ലൈറ്റായിട്ട് കുറച്ച് മണ്ണ് അവിടെ ചിക്കിത്തൂവി ഇട്ടിട്ട് അവർ വന്നിട്ട് പോയ ശേഷം ആ മണ്ണെടുത്ത് ചുറ്റിച്ച് കളയുമ്പോൾ അവരത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കത് നല്ല ദേഷ്യവും വരും, നല്ല സങ്കടമായിത്തീരും. അവരുടെ മനസ്സിലും തോന്നും, എന്തിനാ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, കഷ്ടമല്ലേ എന്നൊക്കെ. ബട്ട് ഇത് ഒത്തിരി എഫക്റ്റീവായിട്ട് ഉള്ള ഒരു മെത്തേഡാണ്. അത് ഒത്തിരി എഫക്റ്റായിട്ട് അത് ഫലിക്കും എന്നാണ് പഴമക്കാർ പറയുന്നത്. എന്നാൽ ഇത് എപ്പോഴും എല്ലാ സമയവും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല.
ജോലിയായിട്ട് പോവും, വേറെ ആവശ്യത്തിന് പോകും, വെളിയിൽ പോകുമ്പോഴും എല്ലാം മണ്ണ് കൊണ്ട് പോകുന്നത് നടപ്പുള്ള കാര്യമല്ല. അതിനാൽ ഇതിന് വന്ന ഒരു സൊല്യൂഷൻ കല്ലുപ്പാണ്. ഈ കല്ലുപ്പ് നമ്മൾ എന്താ ചെയ്യണമെന്നാൽ, ഒരേ ഒരു കല്ലുപ്പ് മതി, നിറയെ വേണ്ട. ഒന്നേ ഒന്ന് നിങ്ങൾ കയ്യിലെടുത്തിട്ട് ഒരേ ഒരു വാക്ക് ഇതിൻ്റെ കൂടെ ചൊല്ലുക. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യണം. ഡെയിലി മീൻസ് രാവിലെ എണീറ്റ ഉടനെ ഒരു വെള്ള പേപ്പറിൽ ഈ വാക്ക് എഴുതണം. എന്നിട്ട് ഒരു കല്ലുപ്പ് വെച്ചിട്ട് ഇത് ചൊല്ലണം. എണീറ്റ ഉടനെ തന്നെ വേണം. എഴുതിയിരിക്കുന്നത് കാണുന്നല്ലോ, ഇതാണ് വേർഡ് രഹ റുണ. ഇത് എഴുതി ഒരു കല്ലുപ്പ് വച്ചിട്ട് കുറഞ്ഞത് 3 തവണ ഇത് ചൊല്ലുക. ഇത് ഉച്ചരിച്ചിട്ട് പേപ്പർ മടക്കി നിങ്ങളുടെ പോക്കറ്റിലോ പേഴ്സിലോ വയ്ക്കുക. ഇത് ജോലിക്ക് പോയാലോ എവിടെ പോയാലും കുഴപ്പമില്ല. കൂടെ ഇരിക്കുന്നവർ നല്ലവരാണോ മോശപ്പെട്ടവരാണോ എന്നൊന്നും നമുക്കറിയില്ല. ആരുടെയും ക്യാരക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. കൂടെ ഉള്ളവരെയാണ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അവരുടെ മനസ്സിൽ എന്തിരിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ നമ്മൾ അവരെയും കൂട്ടി എല്ലായിടത്തിലും പോവുകയും ചെയ്യും. സോ ഇങ്ങനെ കൂടെ ഇരിക്കുന്നവരാലെ ഏതൊരു പ്രോബ്ലവും വരാതെ ജോലി സ്ഥലത്തായാലും വെളിയിലായാലും നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം. അവരുടെ ദൃഷ്ടി ഏത് കാരണം കൊണ്ടും നമുക്ക് മേലെ പെടാതെ ഇരിക്കണം. നമുക്കൊരു പ്രോബ്ലം ഏത് തരത്തിലും വരാതെ ഇരിക്കണം. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് പോണത് ഒത്തിരി നല്ലതാണ്. ഒരു പ്രോബ്ലവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഇത് കൈകളിൽ വച്ചിരിക്കുന്നത് എങ്ങനെയെന്നാൽ, അവരുടെ കാലടിയിലെ മണ്ണെടുത്ത് നിങ്ങൾ എങ്ങനെ ചുറ്റിക്കളയുന്നുവോ അതുവിട അധികം ഫലം ഇത് കൊടുക്കും. കല്ലുപ്പ് മീൻസ് നമ്മളെ നോക്കുന്ന ദൃഷ്ടി, ചീത്ത കാര്യങ്ങൾ, നെഗറ്റീവ് എനർജി എല്ലാത്തെയും അത് എടുത്തു മാറ്റും. സോ കല്ലുപ്പ് എപ്പോഴും പേഴ്സിൽ വച്ചിരിക്കുക. ഇങ്ങനെ വന്ന് നിങ്ങൾ ചെയ്തിട്ട് പോണത് അന്ന് രാത്രിയെ വന്നിട്ട് ഈ ഒരേ ഒരു കല്ലുപ്പ് എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ കലക്കി കളഞ്ഞിട്ട് ആ പേപ്പറിനെ കീറിക്കളയണം. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് റിപ്പീറ്റ് ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെ. ഇത് കണ്ടിന്യൂസ്ലി നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫലം ഇത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ആരുടെ ദൃഷ്ടിയും നിങ്ങളെ അറ്റാക്ക് ചെയ്യില്ല. അതുപോലെ നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഡെയിലി രാവിലെ എണീറ്റ ഉടനെ വരാഹി അമ്മയെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് ചെയ്യുക. 5 പേര് വീട്ടിലുണ്ട്, ഓരോരുത്തർ ജോലിക്ക് പോകുന്നെങ്കിൽ അവർക്കും നിങ്ങൾ ഇതുപോലെ തനിയ ചെയ്ത് കൊടുത്തു വിടാവുന്നതാണ്. അവരവർ എഴുതി വയ്ക്കുകയോ നിങ്ങൾ എഴുതി കെടുക്കുകയോ ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നവുമില്ല. ഇനി വേറൊന്ന്, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കൈപ്പിടി കല്ലുപ്പെടുത്തിട്ട് വീട്ടിലിരിക്കുന്ന എല്ലാവരുടെയും തലയ്ക്ക് ചുറ്റിച്ച് അങ്ങനെ തന്നെ സിങ്കിൽ കലക്കി കളഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളുക. ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി പവർഫുള്ളായിട്ടുള്ള ഒരു ദൃഷ്ടിയെടുക്കുന്ന മെത്തേഡാണ്. അതുപോലെ തന്നെ നമുക്കിരിക്കുന്ന നെഗറ്റീവ് എനർജി നമുക്കേ അറിയാതെ നിറയെ കാര്യങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യും. അതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോയി എല്ലാം ശരിയായി വരാനുള്ള ശക്തി ഈ മെത്തേഡിന് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഒത്തിരി സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, എന്നാൽ ഒത്തിരി പവർഫുള്ളായിട്ടുള്ള വിഷയവുമാണ്. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ പറഞ്ഞു വച്ചിരുന്നത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് 1-2 ദിവസത്തിൽ റിസൾട്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. 1-2 ദിവസത്തിൽ നമുക്കത് കാണാനും പറ്റില്ല. അത് ഫോളോ ചെയ്താലേ ഇങ്ങനെ ഒന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റുള്ളൂ. അതിനാൽ ഈ മെത്തേഡ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യാനുള്ള കല്ലുപ്പ് എന്നത് അത് നമ്മൾ വീട്ടിൽ പാചകം ചെയ്യാൻ എടുക്കുന്ന ഉപ്പിൽ നിന്ന് എടുക്കാൻ പാടില്ല. അത് പ്രത്യേകം ഒരു ബോട്ടിലിൽ സൂക്ഷിക്കുക. ഇത് ഫ്രൈഡേ രാവിലെ ചെയ്യുന്നതാണ് വളരെ നല്ലത്. രാവിലെ എണീറ്റ ഉടനെ ചെയ്യാനുള്ള ഒരു മുറയാണിത്. എന്നാൽ ഫ്രൈഡേ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ
കുഴപ്പമില്ല, അടുത്ത ദിവസം രാവിലെ ചെയ്താലും മതി. അതിലൊന്നും ഒരു തെറ്റുമില്ല. എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്തേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.